ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളും ജനങ്ങളും അർപ്പിച്ച വിശ്വാസവും ഏത് വിധേനയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്നതിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് നിർമ്മിച്ച അയോധ്യയിലെ രാമക്ഷേത്ര ഭണ്ഡാരത്തിൽ പോലും വൻതോതിലുള്ള കൊള്ളയും അട്ടിമറിയും നടക്കുന്നു. മറുവശത്ത് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയും അട്ടിമറിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ആയുധമാക്കുന്നു. ഭാരതത്തിന്റെ പരമാധികാരവും ജനാധിപത്യ മൂല്യങ്ങളും നേരിടുന്ന ഈ സമാനതകളില്ലാത്ത പ്രതിസന്ധിക്കെതിരെ ശക്തമായ പോരാട്ടവുമായി മുന്നിൽ നിൽക്കുകയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജനാധിപത്യത്തെയും ജനവിശ്വാസത്തെയും ബിജെപി സർക്കാർ എങ്ങനെയെല്ലാം അട്ടിമറിക്കുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ രാജ്യം ഓരോ ദിവസവും ചർച്ച ചെയ്യുന്നതും. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വിശ്വാസികൾ സമർപ്പിക്കുന്ന കാണിക്കപ്പണത്തിൽ പോലും പ്രതിദിനം 6 മുതൽ 8 ലക്ഷം രൂപയാണ് മോഷ്ടിക്കപ്പെടുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ നടന്ന പണമെണ്ണലിലാണ് ഈ വൻ അട്ടിമറികളും നടന്നിരിക്കുന്നത്. അതിന്റെ കഥകളും പുറത്തു വരുന്നത്. അന്വേഷണം തുടങ്ങിയതോടെ ക്ഷേത്ര അക്കൗണ്ടിലേക്ക് എത്തുന്ന തുകയിൽ ലക്ഷങ്ങളുടെ വർധന ഉണ്ടായി എന്നത് ഇതിനകം തന്നെ കൊള്ളയുടെ വ്യാപ്തിയും വ്യക്തമാക്കുകയാണ്. ദൈവത്തിന്റെ പേരിൽ വോട്ട് പിടിക്കുകയും ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിന് കീഴിലാണ് അതേ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ രീതിയിലുള്ള ഭണ്ഡാരക്കൊള്ള അരങ്ങേറുന്നത് എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഔദ്യോഗിക സംവിധാനങ്ങളുടെയും ബാങ്ക് ജീവനക്കാരുടെയും ഒത്താശയോടെ അല്ലാതെ ഇത്രയും വലിയൊരു സാമ്പത്തിക അട്ടിമറി അവിടെ നടക്കില്ല എന്നതും വ്യക്തമാണ്. എന്നാൽ ഈ കൊള്ളയേക്കാൾ ഭീകരമായ മറ്റൊരു അട്ടിമറിയാണ് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് നേരെ ഇപ്പോൾ കേന്ദ്ര ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനവിധിക്ക് അനുസരിച്ചല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന ഗൗരവമേറിയ ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട്. ED, CBI, NIA തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്താനും തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കാനും മാത്രമായി കേന്ദ്ര സർക്കാർ മാറ്റി കഴിയുന്നുണ്ട്. ഡൽഹിയിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനവികാരത്തിന്റെ പ്രതിഫലനമല്ല, മറിച്ച് അന്വേഷണ ഏജൻസികളെയും ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് കൃത്രിമമായി നിർമ്മിച്ചെടുത്തതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യം തകരുന്നതിന്റെ ലക്ഷണമെന്നാണ് ഈ അട്ടിമറികൾക്ക് നേരെ നീതിന്യായ പീഠം പുലർത്തുന്ന നിശബ്ദതയായിട്ടും രാഹുൽ ഗാന്ധി ഇതിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്വതന്ത്ര സ്ഥാപനത്തെ പോലും BJP പൂർണ്ണമായി നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശിച്ച ഘടനകളെയൊക്കെ പോലും അട്ടിമറിച്ചാണ് തങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിക്കുന്നത്. പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും ഭരണകക്ഷിയുടെ വർഗീയ പരാമർശങ്ങളും കൺമുന്നിൽ നടക്കുമ്പോഴും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പുലർത്തുന്ന മൗനം ഈ അട്ടിമറിയുടെ കൂടി ഭാഗമാണ്. വോട്ടിംഗ് യന്ത്രത്തിലുള്ള വിശ്വാസ്യത തകർന്ന പശ്ചാത്തലത്തിൽ രാജ്യം വീണ്ടും ബാലറ്റ് പേപ്പറുകളിലേക്ക് മടങ്ങണമെന്ന ശക്തമായ ആവശ്യവും രാഹുൽ ഗാന്ധി ഉയർത്തുന്നുണ്ട്. 2014 മുതൽ ആരംഭിച്ച ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തകർച്ച വോട്ടർ പട്ടികകളിൽ അനാവശ്യമായി നടത്തുന്ന മാറ്റങ്ങളിലൂടെ ജനങ്ങളുടെ വോട്ടവകാശത്തെ പോലും അട്ടിമറിക്കുന്ന തരത്തിലേക്കും വളർന്നിരിക്കുന്നതാണ്. ഈ രണ്ട് സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു സത്യത്തിലേക്കാണ്. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് എന്തിനേയും അട്ടിമറിക്കാൻ മടിക്കാത്ത ഒരു ഭരണ സംവിധാനമാണ് നിലവിൽ രാജ്യത്തുള്ളത് എന്ന്. ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പണം കവരുന്നത് പോലെ തന്നെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെയും അവർ കവർന്നെടുക്കുകയാണ്. ഈ ഭരണഘടനാ വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഉയർത്തുന്ന ശബ്ദം ഇന്ത്യയിലെ ജനങ്ങളുടെ ആകെ ശബ്ദമായി മാറേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. കോടതികളും ഭരണഘടനാ സ്ഥാപനങ്ങളും ഈ അട്ടിമറികൾക്ക് നേരെ കണ്ണടച്ചാൽ തകരുന്നത് ഇന്ത്യ എന്ന പരമാധികാര രാഷ്ട്രത്തിന്റെ അടിത്തറയാണ്.